ദേ ഗ്രാൻഡ് ഒരു വീട് വന്നിട്ടുണ്ട്. 50 സെൻറ്റ് സ്ഥലം, 1/2 ഏക്കർ സ്ഥലത്ത് അതേ ഈ കാണുന്ന ഗ്രാൻഡ് ഒരു വീട്. പുത്തുപുത്തം പോലെ ഇരിക്കും വീട്. പുത്തുപുത്തം തന്നെയാണ്, കാരണം അധികം പഴക്കമില്ലാത്ത വീടാണിത്. കണ്ട ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ, കണ്ട ഇല്ലാത്ത ഫലവൃക്ഷങ്ങളില്ല, എല്ലാവരും കായ്ച്ചത്. ഞാൻ ബാക്കിലോട്ട് ചെല്ലുമ്പോൾ കാണിച്ചിട്ട് പറമ്പിലുള്ള മരങ്ങൾ കായ്ഫലമൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാണ് തേങ്ങയൊക്കെ ഉണ്ടായിക്കണ്ട, ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട്. വറ്റാത്ത വെള്ളം, എന്തൊക്കെ സൗകര്യം നിങ്ങൾക്ക് വേണം. അത് സ്വന്തം ആവശ്യത്തിന് ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം ഇവിടെ തന്നെ തടിയെടുത്ത് പണിയിപ്പിച്ചതാണ്ട, ഒരെണ്ണം പോലും വാങ്ങിച്ചതില്ല. ഞാനതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കിണറ്റിലെ വെള്ളമൊക്കെ കണ്ട, ഒരിക്കലും വറ്റാത്ത വെള്ളം. അടുത്ത തെങ്ങുമ്മലെ കണ്ട ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. കണ്ട എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കണ്ട മുറ്റത്തൊക്കെ കരിങ്കല്ലാണ് പാകിയേക്കണം. ഇനി പുല്ലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി ഇരിക്കണേണ്. അപ്പോഴാണ് ഇത് കൊടുക്കാന്നുള്ളൊരിത് വന്നത്. കാരണം മക്കളെല്ലാം പുറത്ത് സെറ്റിലാണ്. ഇവർ 2 പേരേ ഉള്ളൂ, അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഇത്രയും വലിയ വീട്ടിൽ അവർ 2 പേര് മാത്രം. ഇവർക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ വീടുള്ളത് കാരണം അവിടെയും ഇതുകൊണ്ടൊരു സ്ഥലവും വീടും ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കാൻ പറ്റാത്ത കാരണം ഇതുവരെ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് വെച്ച്. കണ്ട ഇഷ്ടം പോലെ മാവും പ്ലാവും, ഇല്ലാത്ത ഫലവൃക്ഷങ്ങളില്ല. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കാഴ്ചകളാണ്. കാരണം അത് കുറേ പറയാനും ഉണ്ട്. ഞാനതെല്ലാവരും അത് കാണിക്കണനുസരിച്ച് പറഞ്ഞു തരാട്ടാ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും നിങ്ങൾ മിസ് ചെയ്യരുത്. അലക്കണ കല്ല് കാര്യങ്ങൾ, കാരണം 50 സെൻറ്റ് സ്ഥലം, വീട്ടിൽ പുറകിലേക്ക് ഇഷ്ടം പോലെ സ്ഥലവും ഇഷ്ടം പോലെ മരങ്ങളുമാണ്. ദേ നിൽക്കണ ചെറുനാരകമാണ്. നാരകമൊക്കെ പടന്ന് പന്തലിച്ച് നിൽക്കണേണ്. ദേ നിൽക്കണ ചാമ്പ മരമാണ്. വലിയ ചാമ്പൊക്കെ ഉണ്ടാവില്ല, ഒരെണ്ണം ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. ചെറുതാണ്ട, വലുതായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ചാമ്പൊക്കെയാണ് ഇതുമേലെ ഉണ്ടാകണം. അതുപോലെ തന്നെ പ്ലാവുമ്മൽ ചക്ക കണ്ടത്. ഈ നിൽക്കണതൊക്കെ ഓരോ ഇനം പ്ലാവുകളാണ്, പല പല ഇനമാണിത്. എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഞാനത് മുകളിൽ കൂടി കയറി വന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇവിടെ വേറെ മരങ്ങളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷം ലാഭിക്കാം. കാരണം ഈ മരങ്ങളൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞ പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്ട. നട്ട് വളർത്തി കഴിഞ്ഞ് പിന്നെയാണ് ഈ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം അത് കാരണം ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം വളർന്ന് നല്ല നല്ല വലുതായി. ഞാൻ ഇവിടെ നിന്ന് കയറി ഇതിൻ്റെ അകത്ത് മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് എല്ലാവരും കായ്ച്ച് നിൽക്കണേ. നമുക്കിതൊക്കെ കായ്ച്ച് നിൽക്കണ കാണാൻ തന്നെ ഉണ്ടല്ലോ ഒരു ഭംഗിയാണ്. ഞാൻ എപ്പോഴും പറയൂലേ, ഇതൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടിയല്ല, മരത്തുമ്മ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ ആ ഒരു ഭംഗി. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പണി തുടങ്ങണേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫർണിച്ചറിൻ്റെ പണി തുടങ്ങിയെന്നുള്ളത്. കാരണം വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് ആ ഒരു എല്ലാ ഐഡിയയും വന്നു കഴിഞ്ഞപ്പോഴേക്കും അതായത് വിസിറ്റിംഗ് റൂമിലോട്ടുള്ളത്, അത് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ബെഡ്റൂം, അങ്ങനെ എല്ലായിടത്തേക്കുള്ള ഫർണിച്ചറിൻ്റെ പണി ആദ്യം തുടങ്ങി. കാരണം വീട് പണി കഴിയുമ്പോഴേക്കും എല്ലാം ഫിനിഷ് ചെയ്തിരിക്കണം. കാരണം ഇതെല്ലാനും കൈപ്പണിയാണ്, ഒന്നും വാങ്ങിച്ചതല്ല. ഒരു ആശാരി 9 വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഫർണിച്ചറെല്ലാം പണിത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതേ കൊടുത്ത വീട് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം 9 വർഷമാണ്. അത് ഒരാളുടെ കൈ കൊണ്ട് പണിത്, പല ആൾക്കാർ പണിതല്ല, ഒരാൾ അയാളുടെ ഇതിൽ പണിതാണ്. അതേ ചക്കയൊക്കെ ഉണ്ടായി കിടക്കണണ്ട ഇഷ്ടം പോലെ. അതായത് തൊട്ടപ്പുറത്തെ പ്ലാവിലും ഇപ്പുറത്തെ പ്ലാവിലും എല്ലായിടത്തും കണ്ട. ഈ വീടിൻ്റെ ബാക്കിലൊരു ലുക്കാണ്ടത്. ഞാൻ ഇനി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇത് ഒറ്റ നില വീടാണ്ട. ആ മുകളിലോട്ടുള്ള ഒരു ഒറ്റ ഹാളാണ്. 5 അടി ഹൈറ്റിൽ ഇഷ്ടിക കൊണ്ട് ഭിത്തി കെട്ടിയിട്ട് ഒറ്റ ഹാള് ഡ്രസ് വർക്ക് ചെയ്തേക്കണം. താഴത്ത് ഫസ്റ്റ് കോൺക്രീറ്റ് ആണ്. സാധാരണ ഒറ്റ നില വീട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള ഇത് റൂഫ് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ്. അത് ഒരു കല്യാണ പരിപാടി അതിൻ്റെ മുകളിൽ വെച്ച് സുഖമായിട്ട് നടത്താം, മഴ ഉള്ള ടൈമാണെങ്കിൽ. അല്ലെങ്കിൽ ഇതേ മുറ്റത്ത് വെച്ച് നടത്താം, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇതിൻ്റെ അത് കംപ്ലീറ്റ് മരവും തേക്കാണ്ട. കാരണം ഇവർ അതേ കൂട്ട് പണിത വീടാണ്. കണ്ട ഈ കിടക്കണ ഫർണിച്ചർ ഇതൊന്നും അല്ലട്ടോ ഫർണിച്ചർ, ഇനിയും കിടക്കണേന്. ഇതെല്ലാം കൈകൊണ്ട് പണിതാണ്. ഇതാണ് ലിവിങ് ഏരിയ. ഈ കിടക്കണ കസേരകൾ കാര്യങ്ങൾ, ഈ ടീപ്പോയിയൊക്കെ വർക്ക് നേരിട്ട് വന്ന് കഴിയുമ്പോൾ കാണാം. അതിൻ്റെ ഇതൊക്കെ
ഒറ്റ തടിയിലെടുത്തേക്കണാണ്. അങ്ങനെ ഇവിടെ കിടക്കണ കംപ്ലീറ്റ് ഫർണിച്ചർ കംപ്ലീറ്റ് പണിതാണ്. ഒരു ആശാരി 9 വർഷം കൊണ്ട് വീട് പണി തുടങ്ങണേക്കും തന്നെ ഫർണിച്ചറിൻ്റെ പണി തുടങ്ങി. അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണ കംപ്ലീറ്റ് ചുടുകെട്ടുകൊണ്ടാണ്. ചുടുകെട്ടയും മാറ്റുമണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇവിടെ നിന്ന് പണിയിപ്പിച്ചത്. ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൊത്തത്തിലുള്ള ലെങ്ത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട, ഒറ്റ നിലയിൽ തന്നെ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് കണ്ടോ. ഇതെല്ലാം ഈ കാണുന്ന കട്ടിലും കാര്യങ്ങളും എല്ലാനും ഇവിടെ തന്നെ പണിതാണ്. അതിൻ്റെ ബാത്റൂം കണ്ട പുത്തുപുത്തനാണ്. കാരണം ഈ വീടിന് അധികം പഴക്കൂല. അത് കാരണം ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കണേ. ഈ വീടിന് 5 വർഷം പഴക്കാകുന്നേ ഉള്ളൂ. ഇതണ്ട കട്ടിലെല്ലാം കണ്ടോട്ടാ. അതുകൊണ്ട് ദീപാൻ്റെക്ക് ഈ വളവ് വരെ ഉണ്ടല്ലോ, ആ വളവ് ഒരൊറ്റ തടിയിൽ നിന്ന് എടുത്തേക്കിനാണ്. 2 പീസൊന്നുമല്ല. അത് ഇവിടെ വന്ന് നിങ്ങൾ കാണണം. അതാണ് പറഞ്ഞത്, ഈ വീട് വാങ്ങണവൻ ഭയങ്കര ഭാഗ്യവാനാണെന്ന്. കാരണം അയാളുടെ ഒരു 5 വർഷം 9 വർഷം ലാഭം. കാരണം ഒരാളെ കൊണ്ട് അങ്ങനെ പണി. 2ാമത്തെ ബെഡ്റൂം വേണ്ടത്. അത് ഈ വീടിൻ്റെ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും. അതേപോലെ തന്നെ ഈ ലൈറ്റുകൾ കംപ്ലീറ്റ് എല്ലാം ബ്രാസാണ്, എല്ലാം പണിയിപ്പിച്ചതാണ്. ഒരെണ്ണവും റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈൻ ചെയ്ത് ഭിത്തിയിലൊക്കെ കംപ്ലീറ്റ് ബ്രാസിൻ്റെ ലൈറ്റാണ് ഫിറ്റ് ചെയ്തേക്കണം. ഇവിടെ തൂക്കിയിട്ടുണ്ട് ഒരെണ്ണം ഉണ്ട്. ഹാളിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതെല്ലാ ലൈറ്റും അതെ, എല്ലാ ലൈറ്റിൻ്റെയും ഇങ്ങനെ ബ്രാസിൽ വന്നേക്കണം. നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതുണ്ട് കട്ടിൽ 2 ബാലൻസാണ് ഇപ്പോൾ എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇതെല്ലാനും പണിയിപ്പിച്ചത് തന്നെ. 3ാമത്തെ ബെഡ്റൂം, ഒറ്റ നില വീട് 3800 സ്ക്വയർ ഫീറ്റ്. ഒരു നില മാത്രം 3800 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. 50 സെൻറ്റ് സ്ഥലം. ഈ വീടിന് ഇവർ ചോദിക്കണ വില 3.25 കോടിയാണ്. പക്ഷേ അത് നെഗോഷ്യബിളാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം. കാരണം ഇവിടെ അതനുസരിച്ചുള്ള വർക്കാണ് ഇവിടെ ചെയ്തേക്കണം. ഈ വീട് 5 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 4ാമത്തെ ബെഡ്റൂം. ഇതിനകത്ത് അധികം താമസിച്ചിട്ടില്ല. കാരണം ഇവരുടെ മക്കളൊക്കെ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഇവർക്ക് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഇവർ അവിടെയാണ് താമസം. 4ാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും. ഇനി ഇതിനകത്ത് മീൻ സേഫൊക്കെ കാണണം നിങ്ങൾ. എല്ലാവരും അത്രയും പണിയെടുത്ത് ആ ഫ്രണ്ടിലെ ടീപ്പ് പോയേക്കേണ്ട 90 തച്ച് പണിയാണ്. ഇതുണ്ട ഈ ഡൈനിങ് സെറ്റൊക്കെ ഉണ്ടാക്കിയേക്കണണ്ട. ഇതെല്ലാനും ഒരാളൊറ്റക്ക് പണിതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എന്നാൽ ഒരാളൊറ്റക്ക് പണിതേ ഈ കാണണം. ഈ മീൻ സേഫ് എല്ലാവരും ഉണ്ട് അപ്പുറം ഇരിക്കണണ്ട. ഇതെല്ലാനും പണിതെടുത്തേന്. ഇവിടെ നിന്ന് തന്നെ തടിയിൽ പണിത് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തേന്. അതിൻ്റെ ക്വാളിറ്റി തന്നെ നിങ്ങളിവിടെ വന്ന് നേരിട്ട് കണ്ടാൽ അതൊക്കെ മനസ്സിലാവുള്ളൂ. അത്രയും നല്ലൊരു വീട്. ഇത് സർവൻറ്റിനുള്ളൊരു റൂമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവർ വീട് പൂട്ടി പോകുമ്പോൾ പുറത്തുനിന്ന് തുറന്ന് കയറാം. ഈ വാതിൽ വീട് മൊത്തം ലോക്ക് ചെയ്യാൻ പറ്റും, ആ സൈഡ് തുറക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ. അവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സർവൻറ്റിനുള്ളത്. അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. കാരണം എല്ലാവരും അതുപോലെ നിന്ന് പണിതൊരു വീടാണ്. കിച്ചൺ കണ്ട, കിച്ചൺ കബോർഡ് എല്ലാവരും ഒരു സാധനവും വേറെ മരങ്ങളൊന്നുമില്ല. എല്ലാം തേക്ക് തടി തന്നെ ചെയ്തതാണ്. അതിൻ്റെ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി. ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെയൊക്കെയാണ്. ഇതുണ്ട് ഓവനും എല്ലാത്തിനും സെപ്പറേറ്റ് സ്പേസാണ്. സെക്കൻഡ് കിച്ചൺ. എന്താ ഒരു സൗകര്യം നോക്കി നിങ്ങൾ. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലൊക്കേഷൻ വന്ന പിറവൻ ടൗണാണ്. പിറവൻ ടൗണിനടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു.